ഓഫീസിൽ നിന്നാണല്ലോ എന്നെ വിളിക്കുന്നത്. ഹലോ, പോലീസോ? ഓഫീസിൽ വന്നോ? എടാ മഹാഭാവി, എന്തിനാണ് ഇത് കട്ടിയത്? ഫോൺ ട്രേസ് ചെയ്ത് പോലീസ് നമ്മളെ പിടിക്കില്ലേ സാർ? എന്നെയും പോലീസ് പിടിക്കുന്നോ? എടാ മഹാഭാവി, നിന്നെ സഹായിച്ചതാണ് ഇപ്പൊ കുഴപ്പമായത്. സാർ, ആ 3 പെൺകുട്ടികളും മിസ്സിംഗ് സാർ. എത്ര അടിച്ചിട്ടും ആ 3 പെണ്ണുങ്ങളെയും അറിയില്ലെന്ന് പറഞ്ഞവൻ, അവനെ ഷൂട്ട് ചെയ്തിട്ടും മയക്കത്തിപ്പോലും നിന്റെ പേരാ പറയുന്നേ. മേഡം, എന്നെ ഇങ്ങോട്ട് അയച്ചത് കാർത്തിക് സാറാണ്. ഇവിടെ നടക്കുന്ന സംഭവങ്ങളും കാർത്തിക് സാറുമായിട്ട് ഒരു ബന്ധവുമില്ല. ഇതിനെക്കുറിച്ച് ഇവിടെ നിന്ന് സംസാരിക്കണ്ട. വരൂ, പോകാം. എടാ മഹാഭാവി, ഈ ജയകാന്തിനെ നീ വിജയകാന്ത് ആക്കിയില്ലോടാ. ആ വീട്ടിൽ നിന്ന് ഒരു പെണ്ണെടുത്ത് ചാടിയതുണ്ടോ? ഇനിയും പെണ്ണുങ്ങളോ? എന്റെ മോനെ ഈ കളിക്കില്ല. നീ വെക്കോ. തലയെ മൊത്തം സാർ, വണ്ടി സ്റ്റാർട്ട് ചെയ്യും. വണ്ടി ഓടണേ. ഇന്ന് ഞാൻ കലക്കി സാർ. ഇതെങ്ങാനും ആ പോലീസുകാരുടെ കൈ കിട്ടിയെന്നെങ്കിൽ നമ്മുടെ കള്ളി മൊത്തം വെളിച്ചത്തിലായനെ. The footage is safe, guys. ഇനി നമ്മൾ ഒളിവിൽ കഴിയുന്നത് നല്ലത്. പോലീസിനെ സംബന്ധിച്ചിടത്തോളം കാർത്തിക്കാണ് നമ്മളെ കിഡ്നാപ്പ് ചെയ്തതെന്നേ വിചാരിക്കുള്ളൂ. അഥവാ കാർത്തിക്കിനെ പോലീസ് എങ്ങനെ പിടിച്ചാലും അവന് നമ്മളെ പറ്റി ഒരു ഡീറ്റെയിൽസ് പോലും അറിയില്ല. അവനെ അങ്ങ് തല്ലിക്കൊന്ന് കളഞ്ഞിട്ട് അവരെ കേസ് അങ്ങ് ക്ലോസ് ചെയ്തോളൂ. വാ സാർ എൻ്റെ കൂടെ. ശരി, പോ. ഹലോ ഗേൾസ്, നിങ്ങൾ 3 പേരും പറഞ്ഞ ഡീറ്റെയിൽസ് എല്ലാം എന്റെ കയ്യിലുണ്ട്. എന്റെ കയ്യിലുണ്ട്. ഞാനാണ് ജേർണലിസ്റ്റ് ജയകാന്ത്. ഇപ്പൊ ആരെയാണ് ഇല്ലാതാക്കാൻ പോകുന്നത് നമുക്ക് നോക്കാം. You look so sexy. നീ ഊമയാന്ന് പറഞ്ഞിട്ട് ഐ ഹേറ്റ് യു. ഇരിക്കടി. എടി, നിന്നോടാ പറഞ്ഞേ, ഇരിക്കവിടെ. ആരടി നിങ്ങളൊക്കെ? എന്തിനെങ്ങനെയൊക്കെ ചെയ്തത്? പറയടി. ഇരിക്കൂ മേഡം. കാർത്തിക് എവിടെയാ? ഇവിടെ വെയിറ്റ് ചെയ്യൂ. കാർത്തിക് സാർ ഇപ്പോൾ വരും. ഞാൻ പോയി വിളിച്ചോണ്ട് വരാം. സരസ്വതി അമ്മ, സരസ്വതി അമ്മേ, നിങ്ങളെന്താ ഇവിടെ? കാർത്തിക് എവിടെയാ? മോൾ എന്തിനാ വിഷമിക്കുന്നേ? ഒന്നുകൊണ്ട് എന്റെ മോള് വിഷമിക്കണ്ട. ഇരിക്കെ, അവിടെ ഇരിക്കും മോളെ. ഇതൊന്ന് കുടിച്ചേ. ഇത് കുടിക്ക്, പിടിച്ചു കുടിക്ക്. ആദ്യം ഇത് കുടിക്കെന്റെ പൊന്നു മോളെ. ഇവിടെ എന്തൊക്കെയാ സംഭവിക്കുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. കാർത്തിക് എവിടെയാ? എന്തിനെങ്ങനെ വേവലാതിപ്പെടുന്നേ? മോള് വിചാരിക്കുന്ന തരത്തിലൊന്നുമില്ല. കാർത്തിക് വളരെ നല്ല കുട്ടിയാ. അവനെ ചുറ്റിപ്പറ്റി ഇങ്ങനെയൊക്കെ നടക്കുന്നതിൽ വലിയൊരു രഹസ്യമുണ്ട് മോളെ. നിങ്ങൾ എന്താ ഈ പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എന്താ നടന്നതെന്ന് ഞാൻ പറയാം മോളെ. സ്നേഹം നിറഞ്ഞ കന്നിമംഗലം ഗ്രാമത്തിലെ കലാസ്വാദകരെ എല്ലാവർക്കും നമസ്കാരം. വർഷാവർഷം നമ്മുടെ ക്ഷേത്രോത്സവത്തിൽ വെച്ച് നടത്തപ്പെടുന്ന അത്യുജ്വലമായ ചരിത്ര നാടകം, നമ്മുടെയെല്ലാം അഭിനയ കലാപ്രതിഭ, മന്മഥകുമാരൻ, കന്നിപ്പെൺകൊടികളുടെ നായകൻ, അനുഗ്രഹീത കലാകാരൻ ശ്രീമാൻ കൃഷ്ണമൂർത്തിയുടെ നേതൃത്വത്തിൽ നടക്കുന്നതിനാൽ ഏവരും ചേർന്ന് വന്ന് ഈ നാടകത്തിന്റെ മാറ്റുകൂട്ടണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഇതിൽ ആരോ പ്രധാന വേഷം? നോക്ക്.
വീരന്മാരെ, നമുക്ക് ചരിത്രത്തിൽ ഇടം പിടിക്കണമെന്നുണ്ടെങ്കിൽ വിജയമാണ് നമുക്ക് അനിവാര്യം. വീരന്മാരെ, വിജയിച്ചു വരാം. എതിരാളികളെ അരിഞ്ഞു വീഴ്ത്തുക. ഭാനുമതി, പ്രഭു, അങ്ങ് തിരികെ വന്നുവോ? അങ്ങേക്കൊന്നും സംഭവിച്ചില്ലല്ലോ. ഈ ലോകം തന്നെ ഈ വിക്രമാദിത്യന്റെ കൈക്കുള്ളിലാണ്. എങ്കിൽ ഈ വിക്രമാദിത്യനോ നിന്നുടെ കൈക്കുള്ളിലും. പ്രഭു, ഞാൻ അങ്ങേക്കായൊരു ഉപഹാരം കരുതിയിട്ടുണ്ട്. എന്താണത്? നേത്രങ്ങൾ അടച്ചാലും ഒട്ടും ഇഷ്ടമൊന്നുമില്ല കേട്ടോ. എന്താടി, എന്ത് പറ്റി? നേത്രങ്ങൾ അടയ്ക്കൂ. എത്ര അടുത്താ നിൽക്കുന്നത് കണ്ടില്ലേ? അതിനിത് നാടകല്ലേ? അതിന് അവന് ഞാൻ എന്നാ വരട്ടെ കൃഷ്ണ, നാളെ കാണാം. ഉത്സവത്തിന് ഇനി അധിക നാളില്ല. എടാ, നിനക്ക് വേണ്ടി എത്ര മാസാ ഞാൻ കാത്തിരിക്കുന്ന. ഒന്ന് പതുക്കെ സംസാരിക്കേ. നീയാണെങ്കിലും അവളോട് കൊഞ്ചു കുഴഞ്ഞോണ്ടിരിക്കല്ലേ? അതല്ല, അഭിനയിക്കുന്നല്ലേടി. ഓ, അഭിനയായിരുന്നോ? എന്നെ അല്ലാതെ വേറെ ഏതെങ്കിലും പെണ്ണിനെ നോക്കിന്ന് വെച്ചോ, കൊല്ലും ഞാൻ. എന്നിട്ട് പിന്നീട് നീ എന്ത് ചെയ്യും? 2 ദിവസം കൂടെ നിനക്ക് പിടിച്ചിരിക്കാനാവില്ല. അഭിനയമില്ലാതൊരു കാര്യം ചെയ്യട്ടെ. അടുത്തേക്ക് വാ. സ്റ്റേജിൽ അഭിനയിക്കുന്ന സമയത്തും ഈ മുഖമായിരുന്നു എൻ്റെ മനസ്സിൽ. ഈ ചുണ്ടുകൾ. നാടകം കഴിഞ്ഞിട്ട് 1/2 മണിക്കൂറായി. പോ നോക്ക്. കൃഷ്ണമൂർത്തി എവിടാ? അല്ല, സരസ്വതിയോ? ഇവിടെ എന്ത് ചെയ്യുവാ? നാണം. ഞാൻ പോട്ടെ. മോനെ കിണ്ണമൂർത്തി, അകത്തിരുന്ന് നാടകം കളിക്ക. എന്താണ് നടക്കുന്നേ? കൊള്ളാലോടാ. എന്തൊക്കെയോ നടക്കുന്നു. നടക്കട്ടെ നടക്കട്ടെ. അച്ഛാ, ഇവിടെ എന്തെടുക്ക? എന്തൊക്കെയാടി ഞാൻ കാണുന്നത്? ഈ കാര്യം നാട്ടുകാരറിഞ്ഞ മുഖത്ത് കാർക്കിച്ച് തുപ്പും. നിനക്ക് ആ നാടകക്കാരൻ തെണ്ടിയെ ഇഷ്ടമാണെന്ന് നാട് മുഴുവൻ പറഞ്ഞു നടക്കാണല്ലേ? നമ്മുടെ ജാതിക്കും അന്തസ്സിനും ചേർന്നതാണോടി അത്? എന്റെ മുമ്പിൽ നേരെ നിൽക്കാൻ പോലും യോഗ്യത ഇല്ലാത്തവനാടി അവൻ. അവനെ നിനക്ക് കിട്ടിയുള്ളോ? അച്ഛാ, ദേഷ്യപ്പെടരുത്. അദ്ദേഹം വളരെ നല്ല മനുഷ്യനാ. എനിക്ക് അദ്ദേഹത്തെ വളരെ ഇഷ്ടം. ഞങ്ങൾ അന്യോന്യം ആത്മാർത്ഥമായിട്ട് ഇഷ്ടപ്പെടുന്നുണ്ട് അച്ഛാ. ദയവേത് ഞങ്ങളെ തമ്മിൽ അകറ്റരുത് അച്ഛാ. നിനക്കെന്താ ഭ്രാന്താണോടി? നീ എന്താ കാട്ടിക്കൂട്ടുന്നെന്ന് അറിയോ നിനക്ക്? ഞാൻ അപേക്ഷിക്കുക അച്ഛാ. തോന്നിയാസ്ത്രേ എന്നോടും കൂട്ടു നിൽക്കാൻ പറയാണോ? നിനക്കൊക്കെ ഞാൻ ജന്മം തന്നല്ലോ. ഞാൻ ജീവനോടെ ഉള്ളതുവരെ നിന്റെ മനസ്സിലിരിപ്പ് നടക്കില്ല. വിടറി. നീ കാല് പിടിച്ച് കരഞ്ഞ് നിലവിളിച്ചാലും ശരി, ഇതിനൊരിക്കലും ഞാൻ സമ്മതിക്കില്ല. എന്നാ ചത്തുപോ. എന്താ പറ്റിയേ? മകളെ സംസാരിച്ചോണ്ടിരുന്നപ്പോ കാല് തട്ടി താഴെ വീണത്. ഇവിടെ ഇങ്ങനെ വിഷമിച്ചിരുന്ന എങ്ങനെയാ മോളെ? മോളുടെ വിഷമം എന്താണെന്നുള്ളത് എനിക്ക് മനസ്സിലാവും. മോൾക്ക് ആരും ഇല്ലെന്നുള്ള വിഷമം വേണ്ട, ഞങ്ങളുണ്ട്. മോളും കൃഷ്ണമൂർത്തിയും തമ്മിൽ ഇഷ്ടത്തിലാണെന്ന് എനിക്കറിയാം. അവൻ വന്നു കഴിഞ്ഞാൽ
വൈകാതെ തന്നെ അവൻ്റെയും നിന്റെയും കല്യാണം ഒരു നല്ല നാൾ നോക്കി ഈ ഞാൻ നടത്തി തരും. വിഷമിക്കേണ്ട മോളെ, കല്യാണത്തിൻ്റെ ഒരുക്കങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാം.